ഞങ്ങളുടെ കണ്ണൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പുതിയ ഡ്രസ്സൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഡേറ്റിനൊന്നും അല്ല കേട്ടോ കഴിക്കുക. നിങ്ങൾ ഡേറ്റിനാണോ നാൾക്കാണോ കഴിക്കുന്നത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ പൊന്നുസിനൊക്കെ പറഞ്ഞു വിട്ടിട്ട് പൊന്നുസ് സ്കൂളിൽ പോയി കണ്ണൻ പോയതും ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ ബേക്കറി കടയിലൊക്കെ ഒന്ന് പോയി കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏത് കേക്കാണ് മേടിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അത് അപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കണ്ണന്. പിന്നെ അമ്മ വരുമ്പോൾ എനിക്കൊരു കമ്മൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതാ ഞാൻ വന്നപ്പോഴേക്കും മദറിലും അവിയലും ഉപ്പേരിയും എന്താ പറയുക പുളിയിഞ്ചിയും പായസത്തിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം പാലട മിക്സാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചിട്ട് ഇതൊക്കെ മേടിച്ചോടുന്നു. അവനൊരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് കേട്ടോ. വന്നിട്ട് ഇതാ അവനിങ്ങനെ ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പൊന്നൂസിനൊക്കെ പോയിട്ട് കൊടുന്നു സ്കൂളിൽ പോയിട്ട്. ഇനി അല്ലെങ്കിൽ അവൾ പറയും ഞാൻ ഇല്ലാതെ അമ്മ എന്തിനാ കേക്ക് മുറിച്ചേ എന്നൊക്കെയുള്ള ഓരോരോ പരാതിയൊക്കെയാണ് ഇവിടെ. നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനെ? ഉണ്ടിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതാ രണ്ടമ്മമാരൊക്കെ കേക്കൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഇവൻ്റെ ഫസ്റ്റ് പിറന്നാളിനൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട്. പിന്നെ പൊന്നൂസിൻ്റെ കഴിക്കുകയും ചെയ്തപ്പോൾ അവളുടെ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ എപ്പോഴും പറയും എൻ്റെ മാത്രം കഴിക്കില്ല എൻ്റെ മാത്രം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരാതികളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത് അവന് കഴിക്കാനൊക്കെ കൊടുത്തു. സദ്യയോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ മദറിലോട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും രസമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. പാലട പായസമൊക്കെ അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ ഓരോ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ എന്താ പറയുക ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായ കുടിച്ചു. അപ്പോഴേക്കും അമ്മ ഇതാ പോവാൻ തുടങ്ങുകയാണ്. അപ്പം അമ്മ പോണതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുന്നാണ് കാണാൻ. അപ്പോൾ അത്ര ഉള്ളത്തോടെ ബൈ ബൈ, സി യു.